പായത്തെ പുഴയോരം ഇനി മുളയോരം. നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്തിലാണ് നബാർഡ് മുളവത്കരണ പഠന പ്രദർശന പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ പദ്ധതി ആരംഭിച്ചത്. കർണാടക കേരള അതിർത്തിയായ കൂട്ടുപുഴ മുതൽ പെരുമ്പറമ്പ് വരെ 10 കിലോമീറ്റർ പുഴയുടെ തീരപ്രദേശങ്ങളിലാണ് വിവിധ ഇനങ്ങളിലുള്ള 5000 മുളത്തൈകൾ വച്ചുപിടിപ്പിച്ചത്. പഞ്ചായത്തിലെ മൊത്തം 18 വാർഡുകളിൽ 13 വാർഡുകളിലുമുള്ള പുഴയോരങ്ങളിലാണ് ഇതിനായി തിരഞ്ഞെടുത്തത്. പായം ഗ്രാമപഞ്ചായത്ത്, സന്നദ്ധ സംഘടനയായ ജീവൻ ജ്യോതി എന്നീ സ്ഥാപനങ്ങളുടെ പൂർണ്ണ മേൽനോട്ടത്തിലും ഉത്തരവാദിത്തത്തിലുമാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പുഴയോരമുള്ള പഞ്ചായത്തുകളിലൊന്നാണ് പായം. കരയിടിച്ചിൽ തടയാൻ മുളവത്കരണം സഹായകരവുമാകും. 10 കിലോമീറ്റർ ദൂരത്തിൽ പുഴയോരത്ത് 12 ഇനങ്ങളിലുള്ള 5000 മുളകളാണ് നട്ടുപിടിപ്പിച്ചത്. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് പ്രത്യേകം രൂപീകരിച്ച വാർഡ് തല സമിതികളും വിവിധ സംഘടനകളും വിവിധ സ്ഥാപനങ്ങളും കൂടാതെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ജനകീയ മുന്നേറ്റത്തോടെ നമ്മുടെ നാടിന് തന്നെ മാതൃകയായി ഈ പദ്ധതി നടപ്പിലാക്കുവാൻ സാധിച്ചു. ഈ പദ്ധതിക്ക് സാമ്പത്തികമായും ക്രിയാത്മക ഇടപെടലുകളിലൂടെയും നബാർഡും പായം ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പുതല മേധാവികൾ, പഞ്ചായത്ത് വാർഡുതല വികസന സമിതികൾ, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ, പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരെയും DD ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ആവാസ വ്യവസ്ഥയുടെ കരുതലിനും നെറ്റ് സീറോ കാർബൺ പദ്ധതിയുടെ വിജയത്തിനും ഈ ഉദ്യമം ഏറെ പ്രാധാന്യം കൊടുക്കുന്നു. കൂടാതെ മുളയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കും ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനും ബാംബു ടൂറിസത്തിനും ഈ പദ്ധതി ഉപകാരപ്രദവുമാകും. കാലാവസ്ഥാ വ്യതിയാനത്തിന് ആക്കം കുറയ്ക്കുന്നതിനും ആവാസ വ്യവസ്ഥയുടെ കരുതലിനും നെറ്റ് സീറോ കാർബൺ പദ്ധതിയുടെ വിജയത്തിനും ഈ പുഴയോര സംരക്ഷണ പദ്ധതി നാടിന് തന്നെ മാതൃകയാവുകയാണ്. പായം ഗ്രാമപഞ്ചായത്ത്, അതുപോലെ ജീവൻ ജ്യോതി കൽപ്പറ്റ, അതുപോലെ നബാർഡ് കൂടി 2023 നദീതട മുളവൽക്കരണ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്തിലെ 13 വാർഡുകളിലായി പുഴയോരം സംരക്ഷിക്കുന്നതിന് വേണ്ടി 10 കിലോമീറ്റർ ദൂരത്തിലാണ് 5000-ഓളം മുളത്തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. മുളത്തൈകൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പരമ്പരാഗത തൊഴിലാളികൾ, ഈറ്റാമുള തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയാണ് ഭരണസമിതി ഏറ്റെടുത്തിട്ടുള്ളത്. അവർക്ക് മെറ്റീരിയൽ കിട്ടാത്തതിൻ്റെ ഭാഗമായി അവരുടെ തൊഴിൽ അന്യം നിന്ന് പോകുന്ന ഒരു നിലയാണ് ഉണ്ടാകുന്നത്. മുള വെച്ച് പിടിപ്പിക്കുന്നതോടുകൂടി, അത് വളരുന്നതോടുകൂടി അവർക്ക് വേണ്ട മെറ്റീരിയലുകൾ നമ്മുടെ പ്രദേശത്ത് തന്നെ എടുക്കുന്നതിന് വേണ്ടി, അങ്ങനെ അവരുടെ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി സാധിക്കും. 1 വർഷത്തോളമായി നമ്മൾ ഈ മുള വെച്ച് നല്ല ഉഷാറായി എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തുടർന്നും നമ്മുടെ ഇനിയുമുള്ള ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്കറിയാം, പായം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ പുഴയോരം ചേർന്നിട്ടുള്ള ഭൂരിഭാഗം വാർഡുകളും പുഴയാൽ ചുറ്റപ്പെട്ട വാർഡുകൾ തന്നെയാണ്. അപ്പോൾ പുഴയോരം സംരക്ഷിക്കുക കൂടിയും നമുക്കൊരു തൊഴിൽ എന്നുള്ള നിലയിലും കൂടിയാണ് ഈ ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. ബാക്കി ഭാഗങ്ങളിലും കൂടി തുടർന്നും എല്ലാ വർഷവും ഇത്തരം പദ്ധതി നടപ്പിലാക്കണമെന്നാണ് ഭരണസമിതി ആലോചിക്കുന്നത്. പായം ഗ്രാമപഞ്ചായത്തിലെ പുഴയോരങ്ങൾ മുള വെച്ച് പിടിപ്പിക്കുന്ന നബാർഡിൻ്റെ സഹായത്തോടെയുള്ള പദ്ധതി 2024 ആരംഭിച്ചത്. 10 കിലോമീറ്ററോളം ദൂരം വരുന്ന പായം പഞ്ചായത്തിലെ പുഴയോരം 5000-ലധികം മുളന്തൈകളാണ് വെച്ച് പിടിപ്പിച്ചത്. ഇത്തരമൊരു പദ്ധതിക്ക് നേതൃത്വം നൽകിയത് വയനാട് കൽപ്പറ്റയിലെ ജീവൻ ജ്യോതി എന്ന NGO ആണ്. അവരുടെ സഹായത്തോടു കൂടിയാണ് നബാർഡ് ഇത്തരത്തിലുള്ളൊരു പദ്ധതി പായം ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ചു തന്നത്. പ്രധാനമായും പഴശ്ശി റിസർവോയറിൻ്റെ ഭാഗമായിട്ടുള്ള പായത്തെ പുഴയോരം മണ്ണിടച്ചിലിൻ്റെ ഭീതിയിലായിരുന്നു. അത് തടയുന്നതിന് വേണ്ടി പ്രകൃതിദത്തമായിട്ടുള്ള ഒരു പദ്ധതി എന്നുള്ള നിലയിലാണ് പായം ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതിയെ കണ്ടത്. അതോടൊപ്പം തന്നെ നെറ്റ് സീറോ കാർബൺ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറ് നിർദ്ദേശം നടപ്പിലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശവും ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. ഇവിടെ കിളിയന്തറ മുതൽ തന്തോട് പെരുമ്പറമ്പിൽ വരെയുള്ള പ്രദേശത്ത്
മുള വെച്ച് പിടിപ്പിച്ച് ഒറ്റ വർഷം കൊണ്ട് തന്നെ നല്ല വളർച്ച ഈ മുളം തൈകൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 35ലധികം വ്യത്യസ്ത വെറൈറ്റികളിലുള്ള വ്യത്യസ്ത ഇനങ്ങളിലുള്ള മുളം തൈകളാണ് ഇവിടെ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ജബ്ബാർകടവ് ഇക്കോ പാർക്ക് ഇവിടെ 300ലധികം മുളകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതും ഏറ്റവും അധികം മണ്ണിടിച്ചിലിൻ്റെ ഭീതിയിലായിരുന്നു. ഇത് വെച്ചതിന് ശേഷം മണ്ണിടിച്ചിലിൻ്റെ അളവിൽ കുറവ് വന്നിട്ടുണ്ട്. ഇത് നല്ല നിലയിൽ സംരക്ഷിക്കാൻ സംരക്ഷണ സമിതി രൂപീകരിച്ചുകൊണ്ട് പായം ഗ്രാമപഞ്ചായത്തും അതോടൊപ്പം തന്നെ ജബ്ബാർകടവ് ഈ മുള സംരക്ഷണ ബാംബു പാർക്ക് സംരക്ഷണ സമിതിയും രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തി വരികയാണ്. ഇത് പഠിക്കുന്നതിന് വേണ്ടി കാണുന്നതിന് വേണ്ടി ഇത്രയധികം വ്യത്യസ്ത ഇനങ്ങളിലുള്ള മുളകൾ കാണുന്നതിനും ജൈവ വൈവിധ്യം പഠിക്കുന്നതിനുമായിട്ട് ഒട്ടേറെ ആളുകൾ ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. പായം പഞ്ചായത്തും നബാർഡും ജീവൻ ജ്യോതിയും സംയുക്തമായിട്ട് ചെയ്ത ഒരു വലിയൊരു പ്രൊജക്റ്റാണ് നമ്മുടെ പായം പഞ്ചായത്തിലെ 3-ാം വാർഡിൽ തോണിക്കടവിനോട് ചേർന്നിട്ടുള്ള പുഴയോരത്ത് 1000-ഓളം മുളകൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 13 ഇനത്തിലുള്ള മുളകളാണ് നമ്മുടെ ഈ തോണിക്കടവിൻ്റെ പുഴയോരത്ത് ഇപ്പോൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഗുണവശങ്ങളെക്കുറിച്ചെല്ലാം നമുക്കെല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളെ പ്രകൃതിയുമായിട്ടുള്ള സംരക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ ഈ മേഖലയിൽ പരമ്പരാഗതമായി പണിയെടുക്കുന്ന ഈറ്റ തൊഴിലാളികളുണ്ട്. കുറേ തൊഴിലാളികൾ പല ഇനത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് നമ്മുടെ ഈ 3-ാം വാർഡിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അവർക്കും വേണ്ടിയുള്ള ഒരു ഇതിനു വേണ്ടിയിട്ടാണ് ഇത്തരം മുളകൾ, വിവിധ തരത്തിലുള്ള മുളകൾ, ഏകദേശം 13 തരത്തിലുള്ള ഇനം മുളകളാണ് ഇവിടെ നട്ടിട്ടുള്ളത്. ഈറ്റ, ഓട, അതുപോലെ തന്നെ മറ്റ് മുളകൾ, ഇതെല്ലാം നമ്മുടെ പരമ്പരാഗതമായി പണിയെടുക്കുന്ന ഈറ്റ തൊഴിലാളികൾക്ക് വളരെയധികം ഗുണകരമാകും. കാരണം അവർ ഇപ്പോൾ നിലവിൽ നമ്മുടെ ഈ ഭാഗത്ത് പണിയെടുക്കുന്നുണ്ട്. ആ പണിയെടുക്കുന്ന മുളകൾ നമുക്ക് ഓട, ഈറ്റ എന്ന ഇതുപയോഗിച്ചിട്ടാണ് കൊട്ട, അതുപോലെ തന്നെ മുറങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഇത്തരം മുളകൾ ഇവിടെ വളർന്നു വരുമ്പോൾ ഇതിൽ നിന്നും കൊത്തിയെടുത്ത് അവർക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള മുളകളും ഈറ്റകളും ഇവിടെ നിന്ന് ലഭിക്കുമെന്നാണ് ഈ അവസരം സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ പായം ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ജീവൻ ജ്യോതിയും നബാർഡും കൂടിച്ചേർന്ന് നമ്മുടെ 2023 നമ്മുടെ പുഴ സൈഡുകളിൽ മുള വെച്ച് പിടിപ്പിക്കുന്ന പദ്ധതി നമ്മൾ നടപ്പിലാക്കിയിരുന്നു. നമുക്കറിയാം, നമ്മളെ 10 കിലോമീറ്ററോളം ദൂരത്തിൽ നമ്മുടെ പുഴ സൈഡിൽ കൂട്ടുപുഴ മുതൽ ഈ പറഞ്ഞതുപോലെ തന്നെ പെരുമ്പറമ്പ് വരെയുള്ള പുഴയുടെ സൈഡുകളിൽ നമ്മൾ 5000-ഓളം വെറൈറ്റി മുളകൾ പിന്നെ ജീവൻ ജ്യോതിയുടെ ഭാഗമായിട്ട് നബാർഡിൻ്റെ സഹായത്തോടു കൂടി പായം ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് നടപ്പാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വർഷത്തോളമായി നമ്മളതിന് വെള്ളം കോരി വെള്ളം ഒഴിച്ച് അതിനെ നല്ല രീതിയിൽ സംരക്ഷിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. வணக்கம், என்னுடைய பேர் யோகன்னான். நான் ஒரு சமூக ஆர்வலர். ஜீவன் ஜோதி என்ற அமைப்போடு இணைந்து பணியாற்றக்கூடிய ஒரு நபர். 2023-2024 ஆண்டு திட்டத்தின் கீழாக கேரளா மாநிலம் கண்ணூர் மாவட்டம் இருட்டி வட்டத்திற்கு உட்பட்ட பாயம் கிராம ஊராட்சியினுடைய ஒரு சிறப்பான ஒரு திட்டம் இந்த மூங்கில்கள் நடுவது என்ற அந்த திட்டம். இந்த கூட்டுப்புழா என்ற இங்கே இருக்கக்கூடிய இந்த நதி ஒன்று இருக்குது. அந்த நதியோரத்தில் தான் இந்த திட்டம் வந்து அமல்படுத்தப்பட்டிருக்கிறது. 5000க்கும் மேற்பட்ட மூங்கில் கன்றுகள் இங்கே நடவு செய்யப்பட்டுள்ளது. இது எதிர்காலத்தில் இங்கே இருக்கக்கூடிய சுற்றுச்சூழலை பாதுகாக்கக்கூடிய தன்மையிலும், அது மட்டும் இல்லாமல் இந்த ஒரு தொழிலாக கொண்டிருக்கக்கூடிய ஒரு பெரிய சமுதாயமே இந்த மூங்கிலை வச்சு தொழில் நடத்தக்கூடிய சமுதாயமே இருக்குது. ஆதிவாசி, குறிப்பாக ஆதிவாசி சமுதாயம். அவர்களுக்கு எதிர்காலத்தில் ஒரு சிறப்பான தொழில் வளர்ச்சிக்கும் பயன்படக்கூடிய தன்மையில் இந்த திட்டம் என்பது அமலாக்கப்பட்டிருக்கு. நபார்டினுடைய நிதி உதவியோட பாயம் கிராம பஞ்சாயத்தோடு சேர்ந்து நமது ஜீவன் ஜோதி என்ற அமைப்பு தான் இந்த திட்டத்தை செயலாற்றி இருக்கிறது என்பது ஒரு மகிழ்ச்சியான ஒரு விஷயம். தொடர்ச்சியிலிருந்து இந்த திட்டத்தை உருவாக்குவதிலிருந்து அதனுடைய அனைத்து மட்டங்களிலும் நானும் இதோடு சேர்ந்து பணியாற்றுவதில் எனக்கும் மிக்க மகிழ்ச்சி என்பது இருக்குது என்று தெரிவித்துக் கொள்கிறேன். இத்தகையான ப்ராஜெக்டுகள் ஊரங்கு நடந்தால் நம்ம சுற்றுச்சூழல் புவி வெப்பமயமாகுவதில் தடுப்பதற்கான ஒரு முயற்சியாக கூட இது இருக்கிறது என்று தான்
நான் சொல்ல வேண்டியிருக்கு. நபார்டு இந்த திட்டத்தை வழங்கியதில் நபார்டுக்கு பாராட்டுகள் தெரிவித்துக் கொள்வதிலும் மகிழ்ச்சி இருக்குது. நன்றி, வணக்கம். പായം ഗ്രാമപഞ്ചായത്ത്, നബാർഡ്, ജീവൻ ജ്യോതി, കൽപ്പറ്റ എന്നിവ സംയുക്തമായി നടപ്പിലാക്കുന്ന നദീതട മുളവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ മുളത്തൈ നടീൽ ഉദ്ഘാടനം പെരുവമ്പറമ്പ് ഇക്കോ പാർക്കിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. നബാർഡിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് ജീവൻ ജ്യോതി കൽപ്പറ്റയുടെ നേതൃത്വത്തിലാണ് പായം പഞ്ചായത്തിൽ മുള നട്ടുപിടിപ്പിക്കാനുള്ള വലിയൊരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. കാർബൺ ന്യൂട്രൽ എന്നുള്ള പദവിയിലേക്ക് പായം പഞ്ചായത്തിനെ ഉയർത്തുന്നതിനു വേണ്ടി വലിയൊരു പരിശ്രമമാണ്, ഒരു മാതൃകപരമായിട്ട് പ്രവർത്തനമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ പെരുമ്പറമ്പ് എക്കോ പാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഇന്ന് വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകളാണ് ദിവസവും ഈ പാർക്കിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പാർക്കിനോട് ചേർന്ന് ധാരാളം സ്ഥലമുണ്ട്. അവിടെയെല്ലാം വിവിധ തരത്തിലുള്ള മുളകൾ, ഇപ്പോൾ പത്രോസ് സാർ പറഞ്ഞിട്ടുള്ളത് ധാരാളം ഇനത്തിലുള്ള മുളകൾ, ഏതാണ്ട് 30ഓളം ഇനത്തിലുള്ള മുളകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിക്കുന്നത്. പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി അധ്യക്ഷത വഹിച്ചു. വാർഡ് കൺവീനർ വി കെ സുനീഷ് സ്വാഗതം പറഞ്ഞു. ഹരിത കേരള മിഷൻ RP ജയപ്രകാശ് പന്തക്ക, മെമ്പർ PP കുഞ്ഞൂഞ്ഞ്, ജീവൻ ജ്യോതി കൽപ്പറ്റ എക്സിക്യൂട്ടീവ് ഡയറക്ടർ PM പത്രോസ്, ജീവൻ ജ്യോതി RPമാരായ മനു ഫ്രാൻസിസ്, ഷൈബിൻ, വായനശാല പ്രവർത്തകരായ P അശോകൻ, മഹേഷ് VP, സരിത്ത് K, CDS വൈസ് ചെയർപേഴ്സൺ സിന്ധു രാജൻ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ നവംബറിൽ നമ്മൾ ഈ ഒരു മുള വൽക്കരണത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ 18 വാർഡുകളിലും മുള വെച്ച് പിടിപ്പിച്ചുകൊണ്ട് പുഴ പുറമ്പോക്കുകളിൽ, പുഴ തീരങ്ങളിലൊക്കെ മുള വെച്ച് പിടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. മുള ഗ്രാമത്തിലേക്ക് പോകുന്നതിന് വേണ്ടി നമുക്കറിയാം, നമ്മുടെ പരമ്പരാഗത തൊഴിലാളികൾ നമ്മുടെ 32 കോളനിയിൽ ഈറ്റ മുള തൊഴിലാളികളുണ്ട്. അവരെ സംരക്ഷിക്കുക കൂടി എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഇന്ന് നമ്മുടെ എല്ലാ വാർഡുകളിലും, പുഴ വരുന്ന വാർഡുകളിലൊക്കെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുകയാണ്. ഇവിടെ പെരുമ്പറമ്പിലാണ് പഞ്ചായത്ത് തല പരിപാടി വെച്ചിട്ടുള്ളത്. നമുക്ക് ഇത് നമ്മുടെ ഒക്കെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ ഒരു പദ്ധതി വിജയിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ പ്രകൃതിയുടെയും അന്തരീക്ഷത്തിന്റെയും ഒക്കെ താപനിലയും ആഗോള താപനവും ഒക്കെ വരുന്നതിന്റെ ഭാഗമായി ഇത് ഒരു പരിധിവരെ, അതുപോലെ നെറ്റ് സീറോ കാർബൺ പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് ഇത്തരം പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കണം. പായം പഞ്ചായത്ത് നബാർഡിന്റെ സഹായത്തോടെ 10 ഏക്കറിൽ നദീതട മുളവൽക്കരണ പ്രദർശന പദ്ധതി നടപ്പിലാക്കുന്നു. മുളയുടെ പാരിസ്ഥിതിക വ്യാവസായിക പ്രാധാന്യം പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യം. മുള അടിസ്ഥാനമാക്കിയുള്ള അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. നബാർഡ് പഞ്ചായത്തുമായി സഹകരിച്ച് ഇത്തരമൊരു പദ്ധതി സംസ്ഥാനത്ത് ആദ്യമായാണ് നടപ്പിലാക്കുന്നത്. പായം പഞ്ചായത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും പുഴയോരവുമായി അതിരിടുന്ന മേഖലയാണ്. കരയിടിച്ചൽ തടയുന്നതിന് പദ്ധതിയിലൂടെ സാധിക്കും. 10 കിലോമീറ്റർ പ്രദേശത്ത് 12 ഇനത്തിലുള്ള 5000-ഓളം മുളച്ചെടികളാണ് നട്ടുവളർത്തുക. 4 വർഷം കൂടുമ്പോൾ മുറിച്ചെടുത്ത് വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തും വിധമാണ് പദ്ധതി നടപ്പിലാക്കുക. 100 മുതൽ 500 രൂപ വരെ വിലയുള്ള മുളച്ചെടികളാണ് നട്ടുവളർത്തുക. കൽപ്പറ്റ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജീവൻ ജ്യോതി എന്ന സാമൂഹ്യ വികസന സംഘടനയുടെ സഹായത്തോടെയാണ് മുളകൾ നടുന്നത്. പുഴയോരം ഒരുക്കിയെടുക്കുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമാണ്. മുളച്ചെടികളുടെ പരിചരണം ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലാകും. ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിക്ക് വള്ളിത്തോട് പാലത്തിന് സമീപം നടക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. പദ്ധതിയുടെ ഭാഗമായി കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതി ദുരന്ത നിവാരണം, നീർത്തട വികസന പ്രവർത്തനങ്ങൾ, മുളയുടെ പ്രാധാന്യം, ഉപയോഗം എന്നിവയെക്കുറിച്ച് ജനപ്രതിനിധികൾക്കും ജീവനക്കാർക്കും സന്നദ്ധ സംഘടനകൾക്കും പരിശീലനവും നൽകും. വാർത്താസമ്മേളനത്തിൽ പായം പഞ്ചായത്ത് പ്രസിഡന്റ് P രജനി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M വിനോദ് കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മുജീബ് കുഞ്ഞിക്കണ്ടി, അനിൽ M കൃഷ്ണൻ, ജീവൻ ജ്യോതി എക്സിക്യൂട്ടീവ് ഡയറക്ടർ PM പത്രോസ് എന്നിവർ സംബന്ധിച്ചു. നമ്മുടെ പായം പഞ്ചായത്തിൽ നബാർഡിന്റെ സഹായത്തോടുകൂടി മുള വെച്ചുപിടിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. നബാർഡിന്റെ 6.5 ലക്ഷം രൂപയാണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. നമ്മുടെ പായം ഗ്രാമപഞ്ചായത്തിലെ 10 കിലോമീറ്റർ ദൂരം പുഴ പുറമ്പോക്കിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം നവംബർ 7-ാം തീയതി 3 മണിക്ക് വള്ളിത്തോട് വെച്ച് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അവർ നിർവഹിക്കുകയാണ്. അതിന് അധ്യക്ഷത വഹിക്കുന്നത് നബാർഡിൻ്റെ ചീഫ് ജനറൽ മാനേജർ തിരുവനന്തപുരത്തുള്ള ഗോപകുമാരൻ നായർ സാറാണ്.
ആയ ഒരു പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പുഴ പുറമ്പോക്കെല്ലാം മുളവെച്ച് സംരക്ഷിക്കുകയും അതോടൊപ്പം മണ്ണൊലിപ്പും തടയും കൂടിയാണ് ലക്ഷ്യം വെക്കുന്നത്. കൂടാതെ നമുക്ക് നമ്മുടെ നെറ്റ് സീറോ കാർബൺ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ജില്ലയിൽ തന്നെ 7 പഞ്ചായത്തുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ പായം പഞ്ചായത്തും കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായും കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി പായം പഞ്ചായത്തിലെ 10 കിലോമീറ്റർ പുഴയോരത്ത് 12 വിവിധ ഇനങ്ങളിലുള്ള മുള വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതി കണ്ണൂർ ജില്ലയിൽ ആദ്യമായി ആരംഭിച്ചു. പായം ഗ്രാമപഞ്ചായത്തിലെ വള്ളിത്തോട് ആനപ്പന്തിക്കവലയിൽ നബാർഡ് കേരള ചീഫ് ജനറൽ മാനേജർ ഡോക്ടർ ഗോപകുമാരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം 5000 മുളത്തൈകളാണ് ഈ പദ്ധതി പ്രകാരം വെച്ചുപിടിപ്പിക്കുന്നത്. പുഴയോരം ഇടിഞ്ഞ് മണ്ണൊലിപ്പ് തടയുന്നതിനും അതോടൊപ്പം തന്നെ 3 വർഷം കൊണ്ട് ഈ മേഖലയിലെ ഈറ്റ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ബൃഹത്തായിട്ടുള്ള പദ്ധതിക്കാണ് ഗ്രാമപഞ്ചായത്ത് നബാർഡിന്റെ സഹായത്തോടുകൂടി പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ പായം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി രജനി അധ്യക്ഷയായിരുന്നു. ഉദ്ഘാടന കർമ്മം നബാർഡ് ചീഫ് ജനറൽ മാനേജർ ഡോക്ടർ ഗോപകുമാരൻ നായർ നിർവഹിച്ചു. മുഖ്യാതിഥികളായി ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ, അയ്യങ്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നേൽ എന്നിവർ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹമീദ് കണിയാട്ടയിൽ, മുജീബ് കുഞ്ഞിക്കണ്ടി, ജസി പി എൻ, പ്രമീള വി പി, സാജിദ്, മറ്റു ഭരണസമിതി അംഗങ്ങൾ ജോഷ്മോൻ, അമർജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ജീവൻ ജ്യോതി എക്സിക്യൂട്ടീവ് ഡയറക്ടർ PM പത്രോസ് പദ്ധതി വിശദീകരണം നടത്തി.